ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഏതാണെന്ന് വെച്ചാൽ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 7 ആണ്. അപ്പോൾ സ്മാർട്ട് 7ൻ്റെ ഒരു ചെറിയ ക്യാമറ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ നോക്കുമ്പം അത്ര ഒരു യോജിക്കാത്തൊരു അത്യാവശ്യം വലിയൊരു ക്യാമറ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ കൂടി ഡുവൽ ക്യാം സെറ്റപ്പാണ്. എന്നാൽ കൂടിയും ഒരു ക്ലാരിറ്റി എനിക്ക് വലിയ രീതിയിൽ തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ ക്വാളിറ്റി നിങ്ങൾ ഏകദേശം ഈ ഒരു ക്വാളിറ്റിയാണുള്ളത്, നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സെൽഫി ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് സെൽഫി ക്വാളിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ സാമ്പിളും കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇമേജസ്, നമ്മൾ എടുത്ത ഇമേജസ്, സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് നമ്മളെ ഇൻഫിനിക്സ് സ്മാർട്ട് 7ൻ്റെ വീഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ പോർട്രേറ്റ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ്, വീഡിയോ, അതുപോലെ തന്നെ AI ക്യാമറ ഫീച്ചർ, ബ്യൂട്ടി ക്യാമറ, പോർട്രേറ്റിൽ എങ്ങനെയാണ്, പനോരമ കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നത്. ഓവറോൾ ഞാൻ നോക്കിയപ്പോൾ സെൽഫി ക്യാമറ പിന്നും ഒരു ഏവറേജ് ഗുണം കാണിക്കുന്നുണ്ടെങ്കിലും 5 മെഗാ പിക്സലാണ് ഈ ഒരു സെൽഫി ക്യാമറ പറയുന്നത്. എനിക്ക് ബാക്ക് ക്യാമറേൻ്റെ കാര്യം നോക്കുമ്പം ഒരു സെൽഫി ക്യാമിൻ്റെ അത്ര കൂടെ ക്ലാരിറ്റി തോന്നാത്തൊരു അവസ്ഥയാണ് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറ്. നമുക്കറിയാം, ഒരു 7200 രൂപയുടെ ഫോണെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കാവൂ. എന്നാലും ഒരു ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി. ബാക്കി നമുക്ക് കുറച്ച് ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്, കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ജസ്റ്റ് ഈ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റി. നമുക്ക് ജസ്റ്റ് വീഡിയോയുടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ വീഡിയോന് വരുന്നത്. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഡള്ളുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യമാണെങ്കിലും ഒരു ചെറിയൊരു ഡൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 7ൽ വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇമേജസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജസിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു വാഹനത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴുള്ളൊരു ഡിഫറൻസ്. എന്നാലും ഒരു ഏവറേജ് ഒരു ക്ലാരിറ്റി നമുക്ക് എന്തായാലും, ഏവറേജ് എന്ന് പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് വേണമെങ്കിൽ കൂട്ടാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്, ഒരു ബിലോ ആവറേജ് ക്ലാരിറ്റി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് സ്മാർട്ട് 7ൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. സെൽഫി ക്യാമറ 5 മെഗാ പിക്സലാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സെൽഫിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ ഒരു ഏകദേശം 5 മെഗാ പിക്സലാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി. ഇതിപ്പോൾ കുറച്ച് നൈറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ സന്ധ്യാസമയമാണ്, അതാണ് ഇപ്പം കുറച്ചുകൂടെ ഡള്ളായി കിടക്കുന്നത്, ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട്. ഗായ്സ്, ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് സ്മാർട്ട് 7ൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് ക്യാമറയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റി കാണുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് ക്യാമറ, പ്രൈമറി ക്യാമറേൻ്റെ ഒരു ചെറിയൊരു വിഷ്വലാണിത്.